ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണയായിട്ട് നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ ബീൻസോ കടലയോ ഒക്കെ കറി വെക്കണമെങ്കിൽ തലേന്നേ വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ടല്ലേ. ഇനി എങ്ങാനും അത് മറന്നുപോയാൽ പിന്നെ എങ്ങനെ ചെയ്യാനല്ലേ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലൊരു കാസ്ട്രോൾ ആദ്യം വേണം നമുക്ക്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഗ്രീൻ ബീൻസ് ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ല തിളച്ച വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, ഒരുപാട് ഓവറായിട്ട് ഒഴിക്കേണ്ട. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി നല്ല രീതിയിൽ കുതിർന്ന ഗ്രീൻ ബീൻസ് കിട്ടും. നമ്മൾ തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഗ്രീൻ ബീൻസ് എങ്ങനെ ആയിരിക്കും രാവിലെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടത്തില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും ഇത്. ചിക്കനും ഫിഷൊക്കെ വൃത്തിയാക്കാൻ ഒത്തിരി നേരം എടുക്കും അല്ലേ. അതിൻ്റെ ചോരയൊക്കെ പോകാൻ ഒരുപാട് സമയം എടുക്കും. അതിനുള്ള നല്ലൊരു എളുപ്പ വഴിയാണ് 1 സ്പൂൺ അരിപ്പൊടി ഇതിൻ്റെ മുകളിലോട്ട് തൂവി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ ഇതിൻ്റെ ചോരയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പോയി കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ മീനോ ചിക്കനോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണല്ലേ. എന്നാൽ ആ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം മാവ് പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ രാവിലെയൊക്കെ ചായ ഇട്ട് വെക്കുമല്ലോ. അപ്പോൾ ആ ചായയുടെ മുകളിലോട്ട് ഇതുപോലൊരു പാത്രത്തിൽ മാവ് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് മതി മാക്സിമം. കഴിയുമ്പോഴത്തേക്ക് ഈ മാവ് എടുത്താൽ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടും. ചപ്പാത്തി ഉണ്ടാക്കാനും നല്ല ഇതായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കണം. ഇത് തക്കാളിയൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചീത്തയായി പോകും അല്ലേ. ഇതുപോലെ സൈഡൊക്കെ ഒരുമാതിരി ആയിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായിപ്പോൾ. നമ്മുടെ തക്കാളിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞെട്ടിൻ്റെ ഭാഗം, ആ ഭാഗം ഇങ്ങനെ കമഴ്ത്തി ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്താൽ ഒരു 2-3 ദിവസമെങ്കിലും നല്ല രീതിയിൽ കേടുകൂടാതെ തക്കാളിയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി കിട്ടില്ല, ഇങ്ങനെ വെള്ളരിക്ക, പടവലങ്ങ, കുമ്പളങ്ങ ഒക്കെ കിട്ടുമല്ലോ, അതിൻ്റെയൊക്കെ ഈ ഒരു സീഡ് ഭാഗം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഇതുപോലെ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജൊക്കെ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതലായിട്ടുള്ള കറകളും അഴുക്കും എല്ലാം ഓരോ സ്ഥലത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നത്. അതൊക്കെ പെട്ടെന്ന് പോകാനുള്ളൊരു സൊല്യൂഷനാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇടുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബാർ സോപ്പാണെങ്കിലും അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഒരു മിക്സ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോഴത്തേക്ക് ഇതിലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് പതഞ്ഞു പൊങ്ങും. ഞാനൊരു പോളിസ്റ്റർ തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്ന, ഒരു ബെഡ്ഷീറ്റിൻ്റെ പീസ്. ഈ തുണി ഇതിൽ മുക്കിയിട്ടൊന്ന് തുടച്ച് നോക്കിയാൽ നമുക്ക് നല്ലപോലെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നല്ലപോലെ കറ പിടിച്ച് ഈ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോകുന്നുണ്ട്. നമ്മൾ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഈ സൊല്യൂഷൻ വെച്ച് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാനും വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയാൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും.